Please, ma'am, please don't touch me. This is not the place to show all these cheap sentiments. നമ്മുടെ ഡ്രൈവറാ അറിയാം, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ശംഭു. എനിക്ക് ഓർമ്മയില്ല. വെൽ, സ്റ്റേറ്റ്സിൽ VIP റിസീവ് ചെയ്യുന്ന ഇങ്ങനെയല്ല. ഞാൻ കാണിച്ചു തരാം. Stretch your hands like this. Keep your head down. I'm sorry. Okay. നമ്മുടെ കാർ എവിടെ? പുറത്തുണ്ട്, എടുത്തോളാം. ഇതാ മോനെ, ഇത് തന്നെ. നോൺസെൻസ്. ഈ ചക്ര വണ്ടി മാറ്റണമെന്ന് ഞാൻ എഴുതിയിരുന്നു. ക്ഷമിച്ചു മോനെ, പുതിയതൊരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കൾച്ചറൽ പീപ്പിൾ. ഓക്കെ, നമുക്ക് മുന്നിൽ കയറാം. മോൻ സുഖമായി ബാക്കിൽ ഇരുന്നോട്ടെ. ചെല്ല്. ഡ്രൈവർ, come here. ഡോർ തുറന്നു തരാൻ ഞാൻ പറഞ്ഞു തരണോ? ഞാൻ ഈ അമേരിക്കയിൽ പോയിട്ടില്ലാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടാ. വെയിറ്റ്. ആദ്യം കാറിലേക്ക് എന്നെ ആനയിക്കൂ. അല്ല, അത് ഞാൻ പറഞ്ഞു തന്നില്ലേ? Stretch your hands like this. Keep your head down. അമേരിക്ക സ്റ്റൈലുള്ള. സ്റ്റോപ്പ്. പതുക്കെ ഉറപ്പിച്ചാ മതി. ക്രിക്കറ്റ് കളിക്കാനാണ്, പശുക്കളെ കെട്ടാനല്ല. ക്ഷമിക്കണം, എനിക്ക് ഈ കളി അത്ര വശമില്ലാത്തോണ്ടാ. ഇത് കേട്ടാത്തൊന്നും മറ്റു കളികളൊക്കെ വലിയ വശമാണ്. അതൊന്നും പറയണ്ട. സ്കൂളിൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നില്ലേ? മാധവനെ ഓർമ്മയില്ലേ? എന്താ മാധവനോ? എന്റെ ഡ്രൈവർ എന്റെ പേര് വിളിക്കുന്നു. നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ചവരല്ലേ? എന്ന് വെച്ചാൽ അപ്പനെ കയറി കളിയാന്ന് വിളിക്കോ? അപ്പനെ കയറി അച്ഛാന്ന് വിളിക്കാമല്ലോ. സാറേ എന്ന് വിളിക്കണം. പിന്നെ ആര് പറഞ്ഞു ഞാൻ മാധവനാണെന്ന്? MA ധവാൻ, അതാ ഇപ്പൊ എന്റെ പേര്. ധവാൻ സാർ എന്ന് വിളിക്കണം. പേര് മാറി വിവരം ഞാൻ അറിഞ്ഞില്ല സാറേ. പേര് മാത്രമല്ല, അടിമുടി മാറി. ഒന്നിച്ച് പഠിച്ച കാര്യമൊന്നും ഇനി മിണ്ടരുത്. അതെനിക്ക് കുറച്ചല്ല. താഴേക്കിടയിലുള്ള ഒരു തൊഴിലാളി മേലേക്കിടയിലുള്ള ഒരു മുതലാളിയോട് എങ്ങനെ പെരുമാറുന്നോ അതേപോലെ പെരുമാറിയാ മതി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ബാറ്റിംഗ് തുടങ്ങുകയാണ്. ബൗൾ ചെയ്തോളൂ. ഇതെങ്ങോട്ടാ എറിയേണ്ടത്? ഈ കുറ്റി ലക്ഷ്യമാക്കി എറിഞ്ഞോളൂ. ഞാൻ പന്തടിച്ച് ദൂരെ പായിക്കും. ഇവിടെ നിന്നല്ല, ഞാൻ കാണിച്ചു തരാം. ഈ കുറ്റിയുടെ അടുത്തുനിന്ന് ഇങ്ങനെ ബൗൾ ചെയ്യണം, അല്ലാതെ മാങ്ങ കറിയുന്ന പോലെ അല്ല. ദാണ്ട് ഒരു കുറ്റി താഴെ കിടക്കുന്നു. അത് 2 മതി. റെഡി? 1 2. അയ്യോ, ഇത് അമേരിക്ക ഒന്നും അല്ല മോനെ. ഞാൻ പറയുന്നത് നീ ആ പെൺകൊച്ചിനെ പോയി ഒന്ന് കാണും. ഇഷ്ടപ്പെട്ടില്ലേ കെട്ടണ്ട. ഇഷ്ടപ്പെടില്ല അങ്കിൾ. വാഷിംഗ്ടൺ DC-യിലും ന്യൂയോർക്ക് സിറ്റിയിലും ഞാൻ എത്രമാത്രം പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു. ഒരെണ്ണത്തിനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫാഷനബിൾ ഡോൾസ് ദേ ആർ. എടാ, നിനക്കറിയാമല്ലോ, നിന്റെ അച്ഛൻ വിപ്ലവാരിഷ്ടം വിറ്റാണ് പണക്കാരനായത്. 4 അക്ഷരം കൂട്ടി വായിക്കാൻ കഴിവില്ലായിരുന്നു. പണം ഉണ്ടായി എന്നല്ലാതെ കുടുംബവാഹത്യം ഒന്നുമില്ല. ഈ പെൺകുട്ടിയുടെ അച്ഛനെ രാജകുടുംബാംഗമാണ്. ഒത്തു കിട്ടിയാൽ നിന്റെ അച്ഛന്റെയും ഭാഗ്യം. അങ്കിൾ, ഞാൻ അമേരിക്കൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നവനാണ്. എന്നെ മരുമോനായി കിട്ടാൻ ഒന്നല്ല 100 രാജകുടുംബങ്ങൾ ക്യൂ നിൽക്കും. എന്നാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? അങ്കിൾ പരിഭവിക്കരുത്. നഗരം, നാഗരിക സംസ്കാരം എല്ലാം എനിക്ക് വല്ലാതെ മടുത്തുപോയി അങ്കിൾ. ഞാൻ കിട്ടുന്നെങ്കിൽ അത് ഒരു ഗ്രാമീണ പെൺകുട്ടിയെ മാത്രമായിരിക്കും. എന്നാ നീ പോയി വല്ല ആദിവാസിയും കെട്ടടാ. മുഖ്യമന്ത്രി വരെ കല്യാണത്തിന് വരും. ഈ പെൺകൊച്ച് സിറ്റിയിൽ പഠിക്കുന്നത് കൊണ്ട് അല്പം മോഡേൺ എല്ലാം ധരിക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ച് കോലം കെട്ടണ്ടേ? പക്ഷെ ഗ്രാമത്തിന്റെ നിഷ്കളങ്കത, ശാലീനത എല്ലാം ഒത്തിണങ്ങിയ സുന്ദരിയായ ഒരു പെൺകൊച്ചാണ് ഈ കൊച്ച്. അതുപോലെ വേറെയും പ്രശ്നങ്ങളുണ്ട്. വേറെ എന്താണ് ആ പ്രശ്നം? അങ്കിൾ, ഞാൻ പറഞ്ഞത് എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിക്ക് വിനയം, അച്ചടക്കം, എളിമ, തനിമ ഇതൊക്കെ വേണം. അവിടെ ചെന്നൊരു 10 ദിവസം താമസിക്കും. എളിമയും തനിമയും നിനക്ക് തിരിച്ചറിയാവുന്ന നോക്ക്. അങ്കിൾ, ഞാനൊരു അമേരിക്കക്കാരനല്ലേ? ഞാനിവിടെ ചെല്ലുമ്പോ തന്നെ അവൾ എന്നോട് എളിമയും തനിമയും ഒക്കെ കാണിക്കും, എന്നെ സ്വന്തമാക്കാൻ വേണ്ടി. അതുപോരാ, ദൂരെ നിന്ന് എനിക്ക് അവളെ പഠിക്കണം. എ ഡിസ്റ്റന്റ് സ്റ്റഡി ഓഫ് ഷീ
ആൻഡ് ഹെർ പാരന്റ്സ്. അതിന് വഴിയുണ്ട്. ഏത് വഴി? ആൾമാറാട്ടം. ശരിക്കും ആൾമാറാട്ടം. ഡ്രൈവർ ശംഭുവും നീയും അവിടെ ചെല്ലുന്നു. നീ ഡ്രൈവറായിട്ട്, ശംഭു അമേരിക്കയിൽ നിന്ന് വന്ന നീയായിട്ട്. എങ്ങനെ എങ്ങനെ എങ്ങനെ? യഥാർത്ഥത്തിലുള്ള തനിമയും എളിമയും ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടി അത് ഡ്രൈവറോട് കാണിക്കും. അതായത് നിന്നോട്. പറ്റൂല്ലെങ്കിൽ പറ, വെറുതെ ആളെ മെനക്കെടുത്തരുത്. ഐഡിയ ഇസ് നോട്ട് സോ ബാഡ്. പക്ഷേ ഈ ആൾമാറാട്ടത്തിന്റെ കാര്യം ശംഭുവിനോട് അത്ര വിശദീകരിച്ച് പറയണ്ട. കേവലം ഒരു ഡ്രൈവർ നമ്മുടെ കുടുംബകാര്യങ്ങൾ അറിയുന്നത് ശരിയല്ലല്ലോ. അവനോട് ഞാൻ വേറെ ഇന്ത്യൻ നുണ പറഞ്ഞോളാം. അങ്കിളത് വളരെ സിമ്പിളായി പറയാൻ കഴിയും. എന്നെ പോലെ ഒരു ബുദ്ധിജീവിയൊന്നുമല്ലോ അവൻ. മണ്ടൻ കൊണാപ്പി. ഏതായാലും അങ്കിൾ പറഞ്ഞതുപോലെ ഞാനൊന്ന് കളിച്ചു നോക്കാം. ജസ്റ്റ് ഫോർ എ ത്രിൽ. ബൈ. വണ്ടി എന്തിരിച്ചിട്ടെങ്ങനെ? Idiot. Come in. സാറേ, എന്നെ കൊണ്ട് ഈ വൃത്തിയായിട്ട വേഷമൊക്കെ ഇടിപ്പിക്കുന്നതിന്. പാന്റ് ഷർട്ട് വൃത്തിയായിട്ട വേഷമാണോ? അതെ. അത് അർഹതയില്ലാത്തവൻ ധരിക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും. ധവാൻ സാർ ധരിച്ചപ്പോഴും തോന്നുന്നു. അധികം സംസാരിക്കണ്ട. അമേരിക്കയിലുള്ളതുപോലെ ക്യാപിറ്റലിസം വന്നാലേ നിന്റെയൊക്കെ നാവടപ്പിക്കാൻ പറ്റൂ. ശരി. ഈ വേഷം മാറി അവിടെ ചെന്നാ തല്ലുവെല്ലാം കിട്ടും? മര്യാദക്ക് നിന്നില്ലേ കിട്ടും. ആരെന്ത് ചോദിച്ചാലും ഡോണ്ട് സ്പീക്ക്, ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. മിണ്ടരുത്, അനങ്ങരുത്, അടുക്കരുത്. ഓക്കെ? സർദാർ കൃഷ്ണക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ എനിക്ക്? ഇല്ല. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ടിപ്പുവിനെ വിറപ്പിച്ചു വിട്ട രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ അവകാശി. ഇംഗ്ലീഷുകാർക്കെതിരെ നേരിട്ട് പടപൊരുതിയ ആളാണ് സർദാർ കൃഷ്ണക്കുറുപ്പ്. മനുഷ്യനായാൽ എന്തിനും ഒരു സാവകാശമൊക്കെ വേണ്ടേ? ആയിരക്കണക്കിന് മൈൽ അകലേന്ന് യാത്ര ചെയ്ത് വന്ന കൊച്ചന് ഒന്ന് വിശ്രമിക്കാൻ സമയമെങ്കിലും കൊടുക്കണം. ഒരു തീരുമാനം അറിഞ്ഞിട്ട് വിശ്രമിക്കട്ടെ എന്ന് കരുതി. തീരുമാനം അറിഞ്ഞല്ലോ. പെണ്ണ് കെട്ടാൻ മനസ്സിലെന്ന് അവൻ പറഞ്ഞില്ലേ. ഇനി എന്തോ ചെയ്യും? കൃഷ്ണക്കുറുപ്പിന് വാക്ക് കൊടുക്കുന്നതിന് മുമ്പേ മോനോടൊന്ന് ചോദിക്കണമെന്ന് അന്നേ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞത്. ആലോചിച്ചോണ്ടിരുന്നാലേ കുറുപ്പിന്റെ മോളെ വേറെ ആമ്പിള്ളേര് കെട്ടും. കൃഷ്ണക്കുറുപ്പ് ലക്ഷപ്രഭുവാ. മോനങ്ങ് അമേരിക്കയിൽ പഠിക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞപ്പോഴാ അല്പം താല്പര്യം കാണിച്ചത്. മേനോൻ ചേട്ടൻ നിർബന്ധിച്ച് പറഞ്ഞാൽ അവൻ അനുസരിക്കും. ഹലോ അങ്കിൾ, സുഖമാണോ? അങ്ങനെ കഴിയുന്നു. പഠിപ്പൊക്കെ എങ്ങനെയിരുന്നു മോനെ? ഓ വണ്ടർഫുൾ. യഥാർത്ഥത്തിൽ ഞാൻ പഠിക്കുകയല്ലായിരുന്നു, പഠിപ്പിക്കായിരുന്നു. അമേരിക്കയിലും? ആദ്യം അവർ കരുതിയത് ഞാൻ വെറും ഒരു സാധാരണ ഇന്ത്യൻ സ്റ്റുഡന്റ് ആണെന്നാണ്. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ എന്റെ പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പാവങ്ങളായ അമേരിക്കൻ ടീച്ചേഴ്സിന് കഴിഞ്ഞില്ല. എന്നെ പോലെ ബുദ്ധിശക്തിയുള്ള ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനെ കണ്ടിട്ടില്ലെന്ന് അവരോട് സമ്മതിച്ചു. അപ്പോ നീ അവിടെ തകർത്തു അല്ലേ? തകർത്തു, തരിപ്പണമാക്കി. പഠിത്തം കഴിഞ്ഞപ്പോ എന്നെ അവിടുന്ന് പോരാൻ അവർ സമ്മതിച്ചില്ല. അമേരിക്കൻ ടീച്ചേഴ്സ് മുഴുവൻ പൊട്ടിക്കരയുകയായിരുന്നു. എന്തിന്? അല്ല എന്തിനെന്ന്? അമേരിക്കയുടെ പുരോഗതിക്ക് എന്റെ തലച്ചോറ് വേണമത്രേ. ഞാൻ പറഞ്ഞു പറ്റില്ല, ജന്മനാഥ മറന്നുള്ള കളി പറ്റില്ല, ഈ തലച്ചോറ് ഇന്ത്യക്ക് വേണം. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഓ ഭയങ്കരം, ഭയങ്കരം തന്നെ. ആരെങ്കിലും ചത്ത ഇങ്ങനെ കിടന്ന് പോവാൻ? അയ്യാ ചത്തുകൊണ്ടിരിക്കുന്നു. ആരെ? ഞാൻ തന്നെ. ഊർജ്ജശ്വാസം വലിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാ ശംഭു. നിന്നോട് ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അതെ, ഞാൻ ഒരു ഗ്രാജുവേറ്റ് അല്ലേ. നിന്നെ പോലെ ഇങ്ങനെ തരണ്ടാന്ന ഒരു ജോലി നമുക്ക് പറ്റുമോ? അതൊരു പ്രശ്നമാണ്. അതല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഉടുത്ത മുണ്ടയച്ച് ആ റോഡ് സൈഡ് വിരിച്ചിട്ട് ഇറക്കാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്. സൂക്ഷിച്ചു പോ, സൂക്ഷിച്ചു പോ. വല്ല ലോറിയുടെ കാറിന്റെ അടിയിലേക്കാരെ കൊണ്ട് അടവാക്കല്ലേ. അയ്യാടാ, എന്റെ ദേവകി ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഒന്ന് വേറെ ഇറങ്ങി വാ. വേണ്ട വേണ്ട, ഉടുത്തിട്ട് വന്നാ മതി.
അപ്പൊ ഇതുവരെ വന്നില്ലേ? കണ്ടില്ല. ഞാൻ പ്രത്യേകം പറഞ്ഞ എംബോക്കിയോട് 10 മണിക്ക് പ്ലെയിൻ വരും, 8 മണിക്ക് പുറപ്പെടണമെന്ന്. മോന്റെ മുറിയെ വൃത്തിയാക്കിയോ? ഓ, വൃത്തിയാക്കി. ഒരു പൊടി പോലും കണ്ടുപോകരുത്. ഇപ്പൊ അവന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ നീയൊക്കെ നല്ല ഡിസിപ്ലിനിലേക്ക് നിന്നേക്കണം. പിന്നെ ഒന്നുമല്ല. ഹലോ, രാജപ്പൻ നായരല്ലേ? ഞാൻ കേറ്റി. അതെ, കേറ്റി നായർ. പിന്നെ എന്റെ മകൻ ഇന്ന് അമേരിക്കയിൽ നിന്ന് വരികയാ, പ്ലെയിനില്ല. ബിസിനസ് പഠിക്കാൻ പോയിരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവൻ തന്നെ കഴിഞ്ഞു. ബിസിനസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അവൻ അമേരിക്കയിൽ നിന്ന് പ്ലെയിനിൽ വരുന്ന കാര്യം എല്ലാവരോടും ഒന്ന് പറഞ്ഞേക്കണം. ഓക്കെ? എന്റെ ദേവകി, നീ ഒന്ന് ഇറങ്ങി വാ. ഞാൻ റെഡി. നിങ്ങളുടെ ധൃതി കാരണം എന്റെ തലമുടി പോലും ശരിക്ക് കെട്ടാൻ പറ്റിയില്ല. തിരിച്ചു വന്ന് ഒന്നുകൂടെ കെട്ടാം. വാ. ഭഗവാനെ, അവ ഇതോടെ വന്നില്ലേ? ഡ്രൈവർ പോലും വരാതെയാണ് എന്നെ ധൃതി പഠിച്ചത്. ഞാൻ ഇതാ തലമുടി പോലും ശരിക്ക് കെട്ടാതെയാ വന്നത്. ഞാൻ പോയി കെട്ടിട്ട് വരാം. അതിനിടയ്ക്ക് അവൻ വന്നാൽ ഞാനങ്ങ് പോവും. വേണ്ട. പിന്നെ ദേവകി, പിന്നെ ഒന്നുമല്ല. ഇതിന് തലയ്ക്ക് വട്ട. ഹലോ, ഞാൻ കേറ്റി. അതെ, അമേരിക്കയിൽ നിന്ന് എന്റെ മകൻ പ്ലെയിനിൽ വരുന്നു. ഓ, ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, മറന്നുപോയി. 10 മണിക്കാ പ്ലെയിൻ. ഡ്രൈവറാണെന്നും പറഞ്ഞിട്ട് നാണം കെട്ടവനെ ഞാൻ അവിടെ ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റുന്നുണ്ടല്ലോ. ആ ശവനം മുടക്കി ഇതുവരെ വന്നിട്ടില്ല. വരുന്നുണ്ട് ദരിദ്രവാസി. വരുന്ന വരവ് കണ്ടില്ലേ, ഓടിക്കൊഴഞ്ഞ്. ഇന്ന് ഇവനെ ഞാൻ അതൊക്കെ പിന്നെ പറയാം. ശംഭു, നീ കാറെടുക്ക. ശംഭൂന്നല്ല, ഇവനെ ശുംഭനെ വിളിക്കേണ്ടത്. ശുംഭൻ, അതുകൊള്ളാം മുതലാളി. എടോ, താൻ കാറെടുക്കടോ. നിലനില്ലേ കയ്യിൽ കൊടുത്തോണ്ടാണ് എയർപോർട്ടിൽ പോകുന്നേ. എവിടെയാണ് യൂണിഫോം? അത് 1.5 വർഷത്തെ നിരന്തരമായ ഉപയോഗം മൂലം യൂണിഫോം എന്ന് പറയുന്ന ആ സാധനം ഛിന്ന ഭിന്നമായി പോയ കാര്യം ഞാൻ മുതലാളിയെ നേരത്തെ ഉണർത്തിച്ചിരുന്നു. അത് എന്ന് വെച്ച് എന്റെ മുൻ അമേരിക്കയിലാണ് വരുന്നത്. അവന്റെ ഡ്രൈവർ കയ്യിൽ എടുത്തോണ്ട് പോയാൽ അതിന് കുറച്ച് ആർക്കാടാ? മുതലാളിക്ക് അല്ല, അവന്, എന്റെ മോന്. അത് ഞാൻ സമ്മതിക്കില്ല. മതിന്നെ. നീ കാറെടുക്ക. ആ കയ്യിലടിച്ച് മാറ്റി. അപ്പുറത്ത് പോയി മാറ. ഞാനോ ഒരുത്തൻ. ഇവനെ ഞാൻ വെച്ചിരിക്കില്ല. അധിക പ്രസംഗി. അല്പ ഇറക്കം കുറവാ. സാരല്ല. ഇത് ചുരുങ്ങിപ്പോയി. ഇറക്കൽപ്പം കുറഞ്ഞാലും നന്നായിരിക്കും. ഇതൊക്കെ മതി. പിന്നെ എയർപോർട്ടിൽ മോൻ കാറിന്റെ അടുത്ത് വന്നാൽ ഉടനെ നീ സല്യൂട്ട് ചെയ്തേക്കണം. അതെങ്ങനെ? ഇങ്ങനെ. വണ്ടി എടുക്കണോ?